നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുന്നിയൂർകുളത്ത് വടക്കേക്കാട് പോലീസിന്റെ വൻ കഞ്ചാവ് വേട്ട. ഗുഡ്സ് വാഹനത്തിലെ രഹസ്യാറയിൽ ഒളിച്ചുകടത്താൻ ശ്രമിച്ച 67 കിലോയിലധികം കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ കോട്ടയം തേലകം സ്വദേശി ലിൻഡോ ജോസഫ് പോലീസ് പിടിയിൽ. താൻ നടത്തിയ പരാമർശങ്ങളിൽ ഉറച്ചുനിൽക്കുന്നുവെന്ന് BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. താൻ വർഗീയ പരാമർശമല്ല നടത്തിയതെന്നും മറിച്ച് ഗുരുവായൂരിലെ സാധാരണ വോട്ടർമാരുടെ ചോദ്യങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഗോപാലകൃഷ്ണൻ. മന്ത്രി MB രാജേഷിനെതിരെയും രൂക്ഷ പ്രതികരണം. കാട്ടകമ്പാലിൽ DYFI പ്രവർത്തകനെ വീടുകയറി ആക്രമിച്ച സംഭവത്തിലെ പ്രതികൾ അറസ്റ്റിൽ. BJP പ്രവർത്തകരായ ആദിത്യൻ, ദേവപ്രസാദ്, ദീപക് എന്നിവരെയാണ് കുന്നംകുളം പോലീസ് പിടികൂടിയത്. പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടും പീഠാനുഭവ ചിന്തകൾ പങ്കുവച്ചും പാലയൂർ തീർത്ഥകേന്ദ്രത്തിലേക്കൊഴുകി ക്രൈസ്തവ വിശ്വാസികൾ. 29ാമത് പാലയൂർ മഹാതീർത്ഥാടനത്തിന് ഇന്ന് സമാപനം. പുന്നിയൂർകുളം അണ്ടത്തോട് വടക്കേക്കാട് പോലീസിന്റെ വൻ കഞ്ചാവ് വേട്ട. ഗുഡ്സ് വാഹനത്തിലെ രഹസ്യാറയിൽ കൊണ്ടുപോകുകയായിരുന്ന 67.429 കിലോ കഞ്ചാവുമായി കോട്ടയം തേലകം സ്വദേശി മംഗലേറ്റ് വീട്ടിൽ 39 വയസ്സുള്ള ലിൻഡോ ജോസഫ് പിടിയിലായി. ഞായറാഴ്ച പുലർച്ചെ അണ്ടത്തോട് കുമാരൻപടി റെഡ് ഹൌസ് പരിസരത്ത് വെച്ചായിരുന്നു സംഭവം. കമ്മീഷണറുടെ നിർദ്ദേശത്തെ തുടർന്നുള്ള തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുടെ ഭാഗമായി നടത്തിയിരുന്ന പരിശോധനയ്ക്കിടെയാണ് കഞ്ചാവ് പിടികൂടിയത്. സംശയം തോന്നിയതിനെ തുടർന്ന് വിദഗ്ധ പരിശോധന നടത്തിയപ്പോഴാണ് വാഹനത്തിന്റെ ഡ്രൈവറുടെ ക്യാബിനോട് ചേർന്ന് തകിട്ടിൽ സ്ക്രൂ ചെയ്ത് പ്രത്യേകം തയ്യാറാക്കിയ രഹസ്യ അറയിൽ സൂക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത്. പ്രതി ഒഡീഷയിൽ നിന്നും എറണാകുളം കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്കായി കഞ്ചാവ് എത്തിച്ചുകൊടുക്കുന്ന ആളാണെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇയാൾക്ക് കടുത്തുരുത്തി, പീച്ചി, ബേക്കൽ എന്നീ സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ടെന്നും പീച്ചി സ്റ്റേഷനിൽ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിയാണെന്നും അന്വേഷണത്തിൽ അറിവായിട്ടുണ്ട്. SI മൻസൂറിന്റെ നേതൃത്വത്തിലുള്ള ASIമാരായ ഷിജു, സുരേഷ് കുമാർ, CPOമാരായ റോഷൻ, പ്രദീപ്, റെജിൽ, സന്ദീപ് തുടങ്ങിയവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. കാട്ടകമ്പാലിൽ DYFI പ്രവർത്തകനെ വീടുകയറി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും വീട്ടുപകരണങ്ങൾ തകർക്കുകയും ചെയ്ത സംഭവത്തിൽ 3 BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറയങ്ങാട് കുനിയത്ത് വീട്ടിൽ ആദിത്യൻ, കാട്ടകമ്പാൽ സ്വദേശി ദേവപ്രസാദ്, കളത്തിൽ വീട്ടിൽ ദീപക് എന്നിവരെയാണ് കുന്നംകുളം പോലീസ് പിടികൂടിയത്. വെള്ളിയാഴ്ച വൈകിട്ട് 5ഓടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സ്രായിൽ വെളിയത്ത് വീട്ടിൽ സുഗതന്റെ മകനും DYFI പ്രവർത്തകനുമായ സഞ്ജയെയാണ് പ്രതികൾ മാരകായുധങ്ങളുമായി ആക്രമിച്ചത്. വീട്ടിൽ അതിക്രമിച്ചു കയറിയ സംഘം വടികൊണ്ടും കൈകൊണ്ടും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ആക്രമണത്തിനു ശേഷം വീടിന്റെ മുൻഭാഗത്തെ ജനൽ ചില്ലുകളും പ്ലാസ്റ്റിക് കസേരകളും അടിച്ചു തകർത്ത പ്രതികൾ പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് ബൈക്കിൽ കടന്നുകളഞ്ഞത്. പ്രദേശത്തെ ഇലക്ട്രിക് പോസ്റ്റുകളിൽ പെയിന്റ് അടിക്കുന്നതുമായി ബന്ധപ്പെട്ട് BJP DYFI പ്രവർത്തകർക്കിടയിൽ കുറച്ചുകാലമായി നിലനിന്നിരുന്ന തർക്കങ്ങളുടെ തുടർച്ചയാണ് ഈ ആക്രമണമെന്ന് പോലീസ് പറഞ്ഞു. 29ാമത് പാലയൂർ മഹാതീർത്ഥാടനം സമാപനത്തിലേക്ക്. പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ ആയിരങ്ങളാണ് പാലയൂരിലേക്ക് ഒഴുകിയെത്തിയത്. പുലർച്ചെ 5 മണിക്ക് തൃശൂർ അതിരൂപത ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പേപ്പൽ പതാക കൈമാറിയ 1ാംഘട്ട പദയാത്ര പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ 11 മണിയോടെ എത്തിച്ചേർന്നു. തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് റവറൻ ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ പതാക ഏറ്റുവാങ്ങി. തുടർന്ന് അതിരൂപതയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഉപപദയാത്രകൾ പാലയൂരിലേക്ക് എത്തിച്ചേർന്നു. അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുലർച്ചെ മുതൽ തന്നെ പദയാത്രികരായി പാലയൂരിലെത്തുന്ന വിശ്വാസികൾക്ക് നേർച്ച ഭക്ഷണവും ഒരുക്കിയിരുന്നു. 30,000-ഓളം പേർക്കുള്ള ഭക്ഷണമാണ് ഒരുക്കിയിരിക്കുന്നത്. തുടർച്ചയായി വിശുദ്ധ കുർബാനയും ഉണ്ടായി. ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് 2ാംഘട്ട പദയാത്ര പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ നടക്കുന്ന ദിവ്യബലിക്ക് ശേഷം 3 മണിക്ക് അതിരൂപതയിലെ യുവജനങ്ങളും ആയിരക്കണക്കിന് വിശ്വാസികളും സന്യസ്തരും ഒന്നിച്ച് അണിചേർന്നു ആരംഭിച്ചു. കോഴിക്കോട് കോട്ടോളി ക്രിസ്തുദാസി ചാപ്പലിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പാലയൂർ മഹാതീർത്ഥാടനത്തിന്റെ അമരക്കാരനായ
മാർ ജേക്കബ് തൂങ്കുഴി പിതാവിന്റെ ഖബറിടത്തിൽ നിന്നും കൊണ്ടുവന്ന ഛായാചിത്രവും ദീപശിഖയും പഞ്ചാരമുക്കിൽ വെച്ച് മഹാതീർത്ഥാടനത്തിന്റെ കൂടെ ചേർന്ന് പാലൂർ തീർത്ഥകേന്ദ്രത്തിൽ എത്തിച്ചേർന്നു. വികാരി ജനറൽ അച്ഛന്മാരുടെ നേതൃത്വത്തിൽ പദയാത്ര എത്തിച്ചേർന്നു. തുടർന്ന് 4 മണിക്ക് മാർ ജേക്കബ് തൂങ്കുഴി നഗറിൽ വെച്ച് ചേർന്ന പൊതുസമ്മേളനം CBCI പ്രസിഡന്റ് കർദിനാൾ പൂല അന്തോണി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത പാസ്റ്ററൽ സെക്രട്ടറി ചൊല്ലിക്കൊടുക്കുന്ന വിശ്വാസ പ്രതിജ്ഞ വിശ്വാസികളെ ഏറ്റുചൊല്ലി. തുടർന്ന് അഭിവന്ദ്യ പിതാക്കന്മാരുടെ കാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയോടെ തീർത്ഥാടനം പര്യവസാനിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ദിനം ആചരിച്ചു. കുന്നംകുളം CCTV ഓഫീസിന് മുന്നിൽ കുന്നംകുളം മേഖലാ പ്രസിഡന്റ് റഫീഖ് ഐനിക്കുന്നത്ത് പതാക ഉയർത്തി. മേഖലാ സെക്രട്ടറി K മണികണ്ഠൻ, ട്രഷറർ ബാബു പോൾ T, കേബിൾ TV ഓപ്പറേറ്റർമാരായ ഷാജി വി ജോസ്, AV രവി, CCTV ജീവനക്കാരായ നസീമ, ഉണ്ണികൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മാർച്ച് 28, 29, 30 തീയതികളിൽ മലപ്പുറം തിരൂരിലാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ഇനി തിരഞ്ഞെടുപ്പ് വിശേഷം. ഗുരുവായൂരിലെ രാഷ്ട്രീയ പോരാട്ടം ഒരു ധർമ്മയുദ്ധമാണെന്നും താൻ നടത്തിയ പരാമർശങ്ങളിൽ ഉറച്ചുനിൽക്കുന്നുവെന്നും BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. താൻ വർഗീയ പരാമർശമല്ല നടത്തിയതെന്നും മറിച്ച് ഗുരുവായൂരിലെ സാധാരണ വോട്ടർമാർ ഉയർത്തുന്ന ഗൗരവകരമായ ചോദ്യങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ മാലിന്യമാണ് MB രാജേഷ് എന്നാരോപിച്ച അദ്ദേഹം ഗുരുവായൂർ നഗരസഭയുടെ മാലിന്യ സംസ്കരണത്തിലെ പാളിച്ചകളെ അക്കമിട്ട് നിരത്തി. ട്രഞ്ചിങ് ഗ്രൗണ്ടിലെ മാലിന്യങ്ങൾക്ക് മീതെ മണ്ണിട്ട് മൂടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് നഗരസഭ ശ്രമിക്കുന്നത്. അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരിൽ മൂക്കുപൊത്താതെ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ക്ഷേത്രനഗരിയിലെ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ചും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. ബാക്ടീരിയ കലരാത്ത കുടിവെള്ളം പോലും നഗരത്തിൽ ലഭ്യമാകുന്നില്ല. മണ്ഡലത്തിലെ പലയിടങ്ങളിലും ഉപ്പുവെള്ളമാണ് ലഭിക്കുന്നത്. പ്രഖ്യാപിക്കപ്പെട്ട കുടിവെള്ള പദ്ധതികൾ പലതും നടപ്പിലായില്ല. ഗുരുവായൂരിലെ കിണറുകളിൽ നിന്നും വെള്ളം കോരി കുടിക്കാൻ MLA-മാരോ ഇടതു വലതുമുന്നണി പ്രവർത്തകരോ തയ്യാറാണോ എന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു. ഒരു സമാജത്തിലെ ഒരു വിഷയമെന്ന് പറയുന്നത്, അടിസ്ഥാനപരമായ വിഷയമെന്ന് പറയുന്നത് കുടിവെള്ളമാണ്. ബാക്ടീരിയ നിറഞ്ഞ കുടിവെള്ളമാണ് ഈ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇവിടെ ഉള്ളത്. ഇവിടെയുള്ള മുഴുവൻ സ്ഥാപനങ്ങളുടെയും മാലിന്യങ്ങൾ തോട്ടിലേക്ക് തുറന്നുവിട്ട് അത് സംസ്കരിക്കാതെ, അത് സംസ്കരണം നടത്താതെ ഈ വഴിക്ക് പോയി വീടുകളിൽ മുഴുവൻ കയറുകയാണ്. തനിക്കെതിരെ കേസെടുക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് തുടരാം. തന്നെ നിശബ്ദനാക്കാൻ ആർക്കും കഴിയില്ല. കുടിവെള്ള മാലിന്യ പ്രശ്നങ്ങളിൽ പ്രതിഷേധിച്ച് നിയോജക മണ്ഡലത്തിൽ ദണ്ഡി മാർച്ച് സംഘടിപ്പിക്കും. ഇതിന്റെ തീയതി ഉടൻ പ്രഖ്യാപിക്കും. താൻ MLA ആയാൽ മണ്ഡലത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. പരിശുദ്ധ മോർ ഒസ്താത്തിയോസ് ബാവയുടെ ഓർമ്മ പെരുന്നാളിന് ആശംസയുമായി ആർത്താറ്റ് സിംഹാസന പള്ളിയിലെത്തി കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ. LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ, UDF സ്ഥാനാർത്ഥി PT അജയ് മോഹൻ എന്നിവരാണ് ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിലെ ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി പള്ളി സന്ദർശിച്ചത്. ഓർമ്മ പെരുന്നാളിന്റെ ചടങ്ങുകളിൽ പങ്കുചേർന്നതോടൊപ്പം വിശ്വാസികളുമായി സൗഹൃദ സംഭാഷണം നടത്തി ആത്മീയ സംഗമത്തിലും പങ്കുചേരുകയും ചെയ്ത ഇരുവരുടെയും സമീപനം ശ്രദ്ധ നേടി. രാഷ്ട്രീയ ഭിന്നതകൾ മറന്ന് ഒരേ വേദിയിൽ സ്ഥാനാർത്ഥികൾ പങ്കെടുത്തത് കൗതുകമായി. വികാരി ഫാദർ ജിബിൻ ചാക്കോ, പള്ളി ഭരണസമിതി അംഗങ്ങളും ചേർന്ന് സ്ഥാനാർത്ഥികളെ സ്വീകരിച്ചു. കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, UDF നേതാക്കളായ ജോസഫ് ചാലിശ്ശേരി എന്നിവരും മറ്റ് പ്രാദേശിക നേതാക്കളും സ്ഥാനാർത്ഥികളെ അനുഗമിച്ചു. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകർന്ന് കുന്നംകുളം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം തൃശൂർ റോഡിൽ കനറ ബാങ്കിന് സമീപം സജ്ജീകരിച്ച ഓഫീസ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കേരളം കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അവർ പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന
നൈരാശ്യം ജനജീവിതത്തിന്റെ എല്ലാ തുറകളിലും ഇത് അനുഭവപ്പെടുകയാണ്. വിദ്യാർത്ഥികൾ, യുവാക്കൾ, യുവതികൾ, കുടുംബിനികൾ ഇവരോരോരുത്തരും ഈ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കും. ഒരു ഭരണമില്ലായ്മയുടെ പ്രയാസമാണ്. ജനാധിപത്യപരമായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭരണകൂടം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഒരു സർക്കാരിനെ നമുക്ക് വീണ്ടും നമ്മുടെ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷ്ഠിക്കേണ്ടതുണ്ട്. അത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. കേരളത്തിലെ ജനങ്ങൾ അതിന് കാത്തിരിക്കുകയാണ്. മണ്ഡലത്തിലെ UDFന്റെ വിജയത്തിനായി പ്രവർത്തകർ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സാദിഖ് അലി തങ്ങൾ ആഹ്വാനം ചെയ്തു. നിയോജകമണ്ഡലം UDF ചെയർമാൻ ജയ്സിംഗ് കൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ UDFന് സാധിച്ചിട്ടുണ്ടെന്നും ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചതോടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഏകോപിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ചടങ്ങിൽ നേതാക്കളായ ജോസഫ് ചാലിശ്ശേരി, KC മൊയ്തുട്ടി, പ്രസാദ് പുലിക്കോടൻ, C മുരളി, MM ബാബു, K ജയശങ്കർ, KC ബാബു, CI മാത്യു, VK രഘുസ്വാമി, ബിജോയ് ബാബു, PS സുനീഷ്, അഡ്വക്കേറ്റ് CB രാജീവ്, സുരേഷ് മമ്പറമ്പിൽ, അമ്പലപ്പാട്ട് മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലത്തിലെ വിവിധ വാർഡുകളിൽ നിന്നുള്ള നിരവധി പ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു. കേന്ദ്ര ഓഫീസ് തുറന്നതോടെ വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലുടനീളം പ്രചാരണം ശക്തമാക്കാനാണ് UDF തീരുമാനം. മണലൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തൃശൂർ കളക്ടറേറ്റിൽ UDF നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം എത്തിയാണ് തദ്ദേശ സ്വയംഭരണ ജില്ലാ ജോയിന്റ് ഡയറക്ടർ S ശ്യാമള ലക്ഷ്മി മുമ്പാകെ പത്രികാ സമർപ്പണം നടത്തിയത്. രാവിലെ ഗുരുവായൂർ ക്ഷേത്രം, പാലിയൂർ പള്ളി, പാടൂർ ജുമാ മസ്ജിദ് എന്നീ ആരാധനാലയങ്ങൾ സന്ദർശിച്ചതിന് ശേഷമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അദ്ദേഹം എത്തിയത്. ASM അസ്ഗർ അലി തങ്ങൾ, PRN നമ്പീശൻ, PJ ജോസ് എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, അനിൽ അക്കര, CC ശ്രീകുമാർ, സുനിൽ അന്തിക്കാട്, സുനിൽ ലാലൂർ, KK ബാബു, CI സെബാസ്റ്റ്യൻ, PK രാജൻ, KB ജയറാം, CJ സ്റ്റാൻലി തുടങ്ങി നേതാക്കളും നിരവധി പ്രവർത്തകരും സ്ഥാനാർത്ഥിക്കൊപ്പം കളക്ടറേറ്റിൽ എത്തിയിരുന്നു. മണലൂർ നിയോജകമണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ വിജയം സുനിശ്ചിതമാക്കുന്നതിനു വേണ്ടി മറ്റം മേഖലാ കൺവെൻഷൻ ചേർന്നു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന CPM നേതാവും കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ ജെയിംസ് കാട്ടൂക്കാരൻ അധ്യക്ഷനായി. CPM ജില്ലാ കമ്മിറ്റി അംഗം KF ഡേവിസ്, ഏരിയ കമ്മിറ്റി അംഗം PA മുസ്തഫ, മറ്റം ലോക്കൽ സെക്രട്ടറി KS ദിലീപ്, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, വൈസ് പ്രസിഡന്റ് CK സുദീപ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, KV ജോസ് മാസ്റ്റർ, CPI അസിസ്റ്റന്റ് സെക്രട്ടറി ബിനോയ് കാക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. LDF ചൂണ്ടൽ മേഖലാ കൺവെൻഷൻ നടന്നു. തായങ്കാവ് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ CPM നേതാവും കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റുമായ NR ബാലൻ ഉദ്ഘാടനം ചെയ്തു. CPI ചൂണ്ടൽ ലോക്കൽ സെക്രട്ടറി CJ ജിജു മാസ്റ്റർ അധ്യക്ഷനായി. NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ, CPM ഏരിയ കമ്മിറ്റി അംഗം MB പ്രവീൺ, ലോക്കൽ സെക്രട്ടറി M പീതാംബരൻ, കേരള കോൺഗ്രസ് M നേതാവ് ജോസ് ചൂണ്ടൽ, NCP ജില്ലാ കമ്മിറ്റി അംഗം പ്രീതി സുരേഷ്, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS ജിനി, CPM ലോക്കൽ കമ്മിറ്റി അംഗം CD വാസുദേവൻ എന്നിവർ സംസാരിച്ചു. മണലൂർ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ വിജയം സുനിശ്ചിതമാക്കുന്നതിനു വേണ്ടി ചേർന്ന കൺവെൻഷനിൽ CJ ജിജു ചെയർമാനും M പീതാംബരൻ കൺവീനറും TA ഫൈസൽ ട്രഷററുമായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. പ്രസിദ്ധമായ കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ദ്രവ്യകലശത്തിനും ഉത്സവത്തിനും തുടക്കം കുറിച്ചുകൊണ്ടുള്ള സാംസ്കാരിക സമ്മേളനം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടന്ന ചടങ്ങ് പ്രശസ്ത തായമ്പക വിദ്വാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വൈവിധ്യമാർന്ന കലകളും മതസൗഹാർദ്ദവും ഒത്തുചേർന്ന വേദി കുന്നംകുളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിന് മാറ്റുകൂട്ടി. മതമേലധ്യക്ഷന്മാരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് ബഷീർ അലി തങ്ങൾ, മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ സിറിൽമാർ ബസേലിയോസ് മെത്രോപൊലിത്ത, പ്രബുദ്ധ കേരളം മാസിക പത്രാധിപർ
സ്വാമി നന്ദാത്മജാനന്ദ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷേത്രം ഊരാളൻ മണക്കുളം ദിവാകര രാജ, ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കലാരംഗത്തെ അതുല്യ നേട്ടങ്ങൾ കൈവരിച്ച പ്രമുഖരെ ചടങ്ങിൽ ആദരിച്ചു. കേരള കലാമണ്ഡലത്തിൻ്റെ മേളകലാരത്നം പുരസ്കാരവും കേരള സംഗീത നാടക അക്കാദമി അവാർഡും നേടിയ കക്കാട് രാജപ്പന്മാരാർ 36,008 നാളികേരം എറിഞ്ഞുള്ള വേട്ടയ്ക്കരൻ പാട്ട് നിർവഹിച്ചതിന് ടൈം മാഗസിൻ വേൾഡ് റെക്കോർഡ് നേടിയ കാരക്കൂറ രാമചന്ദ്രൻ നായർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. രാജകുമാർ കാമ്പുറത്ത്, വാർഡ് കൗൺസിലർ റോഷിദ് ഓടാട്ട്, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. രാവിലെ 9:30 നടന്ന കലവറ നിറയ്ക്കൽ ചടങ്ങോടെയാണ് ഉത്സവത്തിനുള്ള ദ്രവ്യസമർപ്പണം നടന്നത്. മാർച്ച് 25 ബുധനാഴ്ച രാവിലെ ബ്രഹ്മകലശാഭിഷേകം നടക്കും. അന്നേ ദിവസം വൈകിട്ട് 7:30 തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടക്കും. ഏപ്രിൽ 1 ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രകുളത്തിൽ നടക്കുന്ന ആറാട്ടോടുകൂടി ഉത്സവ ചടങ്ങുകൾ സമാപിക്കും. ഏപ്രിൽ 5 പ്രശസ്തമായ കക്കാട് ദേശപൂരം. ഉത്സവ ദിവസങ്ങളിൽ 3 നേരവും അന്നദാനവും ക്ഷേത്രവേദിയിൽ വിപുലമായ വിവിധ കലാപരിപാടികളും നടക്കും. ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ പരിശുദ്ധ സ്ലീബ മോർ ഒസ്താത്തിയോസ് ബാവയുടെ 96ാമത് ഓർമ്മ പെരുന്നാളും വചനപ്രഘോഷണവും ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. 1930 മാർച്ചിൽ അന്തരിച്ച പരിശുദ്ധ ബാവയുടെ ഓർമ്മകൾ പുതുക്കാൻ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ആത്മീയ ഒരുക്കത്തോടെ ആർത്താറ്റിലേക്ക് എത്തിച്ചേർന്നത്. മാർച്ച് 21-22 തീയതികളിലായാണ് പെരുന്നാളിന്റെ വിപുലമായ പരിപാടികൾ നടന്നത്. തീർത്ഥാടന വഴികളിലൂടെ ഒഴുകിയെത്തിയ വിശ്വാസി സമൂഹം ആർത്താറ്റിനെ ഭക്തിയുടെ സാഗരമാക്കി. വിവിധ പള്ളികളിൽ നിന്നും ആരംഭിച്ച തീർത്ഥയാത്രകൾ ശനിയാഴ്ച വൈകിട്ട് 4:30 പാറയിൽ ചാപ്പലിൽ സംഗമിക്കുകയും അവിടെ നിന്നും കൊടിയും മുത്തുകുടകളുമായി ആരംഭിച്ച പ്രദക്ഷിണം ബാവയുടെ സമാധിസ്ഥലമായ പള്ളിയിലേക്ക് 6 മണിയോടെ എത്തിച്ചേരുകയും ചെയ്തു. തുടർന്ന് സന്ധ്യാപ്രാർത്ഥനയും ഖബറിങ്കൽ ധൂപപ്രാർത്ഥനയും നടന്നു. രാത്രി 7:30 അനുസ്മരണ സമ്മേളനവും അവാർഡ് വിതരണവും 8:30 അത്താഴഊട്ടും ഉണ്ടായിരുന്നു. പെരുന്നാളിന്റെ സമാപന ദിവസമായ ഞായറാഴ്ച പുലർച്ചെ മുതൽ വിവിധ ഇടവകകളിൽ നിന്നുള്ള തീർത്ഥയാത്രകൾ പള്ളിയിൽ എത്തിച്ചേർന്നു. രാവിലെ 6 നടന്ന പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം മലബാർ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ ഗീവർഗീസ് മോർ സ്തെഫാനോസ് തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന നടന്നു. തുടർന്ന് വചനപ്രഘോഷണം, കബറിങ്കൽ ധൂപപ്രാർത്ഥന, ആശീർവാദം എന്നിവയ്ക്ക് ശേഷം വിശ്വാസികൾക്കായി നേർച്ച സദ്യയും വിളമ്പി. പരിശുദ്ധ ഇഗ്നാത്യോസ് സഭാപ്രഥമൻ പാത്രിയാർക്കിസ് ബാവയുടെ ഉൾപ്പെടെയുള്ള പിതാക്കന്മാരുടെ ശ്രാദ്ധ പെരുന്നാളുകളും ഈ വിശുദ്ധ ദിനങ്ങളിൽ ഭക്ത്യാദരപൂർവ്വം ആചരിച്ചു. വേലൂർ പുലിയന്നൂരിൽ നിന്നും 418 കിലോഗ്രാം കൊപ്ര മോഷ്ടിച്ച 2 പേർ പിടിയിൽ. വേലൂർ ചുങ്കം കോടശ്ശേരി തലപ്പുള്ളി വീട്ടിൽ സജിത്ത്, കക്കാട് വീട്ടിൽ സനീഷ് എന്നിവരാണ് പിടിയിലായത്. പുലിയന്നൂർ പറമ്പിൽ വീട്ടിൽ രവീന്ദ്രന്റെ വീടിനോട് ചേർന്ന കൊപ്ര ഷെഡിൽ നിന്ന് ബുധനാഴ്ച പുലർച്ചെ 1 മണിക്കും വ്യാഴാഴ്ച പുലർച്ചെ 4-നും ഇടയിലാണ് മോഷണം നടന്നത്. 8 ചാക്കുകളിലായി സൂക്ഷിച്ച 60,000 രൂപയുടെ കൊപ്രയാണ് നഷ്ടപ്പെട്ടത്. വ്യാഴാഴ്ച പുലർച്ചെ മോഷണം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും ചാക്കുകൾ എണ്ണിവെക്കാത്തതിനാൽ ബുധനാഴ്ച നടന്ന മോഷണം സ്ഥിരീകരിച്ചിരുന്നില്ല. ചാക്കുകൾ എണ്ണിവെച്ചിരുന്നതിനാൽ പിന്നീടാണ് വ്യാഴാഴ്ച പുലർച്ചെ നടന്ന മോഷണം മനസ്സിലായത്. ഇതറിഞ്ഞ വീട്ടുകാർ സ്ഥലത്ത് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ശനിയാഴ്ച പുലർച്ചെ 3:30 സമാന രീതിയിൽ ഓട്ടോറിക്ഷയുമായി 3 മോഷ്ടാക്കൾ എത്തിയപ്പോഴാണ് 2 പേരെ പിടികൂടിയത്. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. വിവരമറിഞ്ഞ് എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മോഷ്ടാക്കളെ അറസ്റ്റ് ചെയ്തു. മലങ്കര സഭയുടെ പുണ്യശ്ലോകരായ സ്ലീബ മാർ ഒസ്താത്തിയോസ്, പൗലോസ് മാർ സേവേറിയോസ് മെത്രോപൊലിത്തമാരുടെ ഓർമ്മ പെരുന്നാൾ ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പുത്തൻപള്ളിയിൽ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ശനി ഞായർ ദിവസങ്ങളിലാണ് പെരുന്നാൾ ചടങ്ങുകൾ നടന്നത്. ശനിയാഴ്ച രാവിലെ 8:15 നമസ്കാരത്തെ തുടർന്ന് കൊച്ചി ഭദ്രാസനാധിപൻ ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന നടന്നു. തുടർന്ന് കബറിങ്കൽ ധൂപപ്രാർത്ഥന, കൈമുത്ത്, നേർച്ച വിളമ്പ് എന്നിവ ഉണ്ടായി. പ്രധാന പെരുന്നാൾ ദിവസമായ ഞായറാഴ്ച പെരുന്നാളിന്റെ പ്രധാന ആകർഷണമായ കാൽനട തീർത്ഥയാത്ര രാവിലെ 8 മണിക്ക് വൈശ്ശേരി മാർ ഗ്രിഗോറിയോസ് പള്ളിയിൽ നിന്നും ആരംഭിച്ചു. കുന്നംകുളം ഭദ്രാസനത്തിലെ വിവിധ പള്ളികളിൽ നിന്നുള്ള വിശ്വാസികൾ ഒത്തുചേർന്ന് പ്രാർത്ഥനാപൂർവ്വം ആർത്താറ്റ് പുത്തൻപള്ളിയിലേക്ക് എത്തിച്ചേർന്നു. രാവിലെ 9:30 തീർത്ഥയാത്രയ്ക്ക് പുത്തൻപള്ളിയിൽ സ്വീകരണം നൽകി. തുടർന്ന് വിശുദ്ധ കുർബാന, അവാർഡ് ദാനം, ഖബറിങ്കൽ ധൂപപ്രാർത്ഥന, ഉച്ചയ്ക്ക് ഭക്തിനിർഭരമായ പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച സദ്യ എന്നിവയോടെ പെരുന്നാൾ സമാപിച്ചു. കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത പെരുന്നാൾ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി പുലിക്കോട്ടിൽ പത്രോസ് കത്തനാർ, കൈസ്ഥാനി ജിയോ പോൾ കൊള്ളന്നൂർ,
സെക്രട്ടറി ഉക്രുക്കുട്ടി സി ജോൺ എന്നിവർ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്കായി പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് നടത്തി. ആരോഗ്യപരമായ പരിശോധനകളും ബോധവൽക്കരണവും ലക്ഷ്യമിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ പങ്കെടുത്ത തൊഴിലാളികൾക്ക് പൊതുവായ ആരോഗ്യ പരിശോധന, മലേറിയ, ഫൈലേറിയ, HIV പരിശോധനകൾ എന്നിവ നടത്തി. ആരോഗ്യ പ്രവർത്തകർ തൊഴിലാളികൾക്ക് ശുചിത്വം, രോഗപ്രതിരോധം, സുരക്ഷിതമായ ജീവിതശൈലി തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണവും നടത്തി. പ്രദേശത്ത് ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് ആരോഗ്യ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുകയും അവരുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം ക്യാമ്പുകൾ നടത്തുന്നത് എന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത പറഞ്ഞു. വെക്ടർ യൂണിറ്റ് തൃശൂർ ജില്ലാ മൈഗ്രന്റ് സ്ക്രീനിംഗ് ടീം ഡോക്ടർ ആർച്ച K അനിൽ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വിധുല നെഹമിയ, ICTC ചാവക്കാട് കൗൺസിലർ ഫാൻസി, കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ്സി, TS ശരത്ത്, ആശാപ്രവർത്തകരായ നളിനി, ജോളി, ലാബ് ടെക്നീഷ്യൻ അനു ചാർലി, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നിരവധി അതിഥി തൊഴിലാളികൾ ക്യാമ്പിൽ പങ്കെടുത്തു ആരോഗ്യ പരിശോധനകൾ നടത്തി. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ആരോഗ്യ സേവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ് അറിയിച്ചു. ഡിവൈഎഫ്ഐ കുന്നംകുളം വെസ്റ്റ് ബ്ലോക്ക് ട്രഷററായിരുന്ന അനുഷ അഗതിയൂരിനെ അനുസ്മരിച്ചു. മൂന്നാമത് ചരമദിനത്തിന്റെ ഭാഗമായി അഗതിയൂർ DVM സ്കൂളിൽ നടന്ന അനുസ്മരണ സമ്മേളനം ചലച്ചിത്ര ഗാനരചയിതാവ് VK ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ പോർക്കുളം ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് അക്ഷയ്ജിത്ത് അഗതിയൂർ അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന സെക്രട്ടറി V മനോജ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം അഖില മുകേഷ്, KA അഭിജിത്ത്, VS ഷനിൽ, K ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ONV സാറിൻ്റെ ഒരു വരി, ONV സാറിൻ്റെ കവിതയല്ല, ONV സാർ എവിടെയോ പറഞ്ഞു വെച്ച ഒരു വരിയുണ്ട്. അതിങ്ങനെയാണ്, അതിൻ്റെ ഏതാണ്ട് സാരം ഇങ്ങനെയാണ്: ഒരു ദിവസം ഈ ഭൂമി എന്ന വാടക വീട് ഞാൻ ഒഴിഞ്ഞ് ഉപേക്ഷിച്ച് പോകുമ്പോൾ ഇവിടെ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ചൈതന്യം ഞാൻ ഇവിടെ അവശേഷിപ്പിച്ച് പോകും. കവിത. പൊന്നിയൂർകുളം സദ്ഭാവന സേവാ സമിതിയും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി ആൽത്തറ രാമരാജ സ്കൂളിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് നടത്തിയ ക്യാമ്പ് പൊന്നിയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സീന സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അഫിദർസ് ബോധവൽക്കരണം നടത്തി. പഞ്ചായത്ത് അംഗം ഷിമോദ് കാട്ടിശ്ശേരി, TP ഉണ്ണി, KM പ്രകാശൻ എന്നിവർ സംസാരിച്ചു. ബാബു അയോധ്യ സ്വാഗതവും KM നാരായണൻ നന്ദിയും പറഞ്ഞു. ഭാസ്കരൻ പന്തായിൽ, കേശ് പ്രീജിത്ത്, VS സുമിത്, ഹരിദാസൻ കടാമ്പുള്ളി, CS രാജീവ്, CV പ്രസാദ്, MP തിലകൻ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ നടത്തുന്ന 29ാമത് പാലയൂർ മഹാതീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നതിനായി വിവിധ മേഖലകളിൽ നിന്നും പദയാത്രകൾ പുറപ്പെട്ടു. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച മറ്റം മേഖലാ പദയാത്ര അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മറ്റം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂരിനെ പേപ്പിൽ പതാക നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച രാവിലെ 2ാമത്തെ ദിവ്യബലിക്ക് ശേഷമാണ് പദയാത്ര ആരംഭിച്ചത്. മറ്റം, ആളൂർ, വാഗ, കിഴക്കാളൂർ, ചുറ്റാട്ടുകര എന്നീ ഇടവകളിൽ നിന്നും നൂറുകണക്കിന് വിശ്വാസികൾ പദയാത്രയിൽ പങ്കാളികളായി. മേഖലാ പദയാത്രയുടെ കോർഡിനേറ്റർ ഫാദർ ജിയോ ആളുകാരൻ, ഫാദർ ജെയിംസ് വടക്കൂട്ട്, ഫാദർ ജാക്സൺ സാലക്കൽ, ഫാദർ ജോബി പുത്തൂർ, ഫാദർ ജിയോ പുലിക്കോട്ടിൽ, കൺവീനർ EF സണ്ണി, മറ്റം ഇടവക കൈക്കാരന്മാരായ ഷാജ് K സൈമൺ, CK ജോയ്, MJ ജോഷി, CT സ്പാർട്ടക്സ് എന്നിവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. പാറേമ്പാടം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നിന്നും വിശ്വാസികൾ പദയാത്ര പുറപ്പെട്ടു. ഇടവക വികാരി ഫാദർ പോളറക്കിൽ കേന്ദ്രസമിതി കൺവീനർ സിറേഖ് മണ്ടുമ്പാലിനെ പതാക കൈമാറി പദയാത്ര ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രസമിതി അംഗങ്ങൾ ഇടവക കൈക്കാരന്മാരായ ജോസി മണലിൽ, ചാർലി മണ്ടുമ്പാൽ, ബാസ്റ്റിൻ മണലിൽ തുടങ്ങിയവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. വേലൂർ മേഖലാ പദയാത്ര അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ വേലൂർ ഫൊറോന വികാരി ഫാദർ ജേസൺ തെക്കുംപുറത്തിന് പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ഫൊറോന കൺവീനർ ഫാദർ ജോൺ പാവർട്ടിക്കാരൻ,
PP യേശുദാസ്, ഫാദർ ജോൺ പേരാമംഗലം, ഫാദർ പ്രിൻസ് ചിരിയൻകണ്ടത്ത്, ഫാദർ ക്ലെമൻ വാഴപ്പറമ്പിൽ, ഫാദർ സെബി പുത്തൂർ, AA ജിജോ തയ്യൂർ, ജിജോ തരകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി മേഖലാ പദയാത്ര എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നിന്ന് ആരംഭിച്ചു. ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് മേഖലാ ജാഥ കൺവീനറും പൊതുരുത്തിപ്പള്ളി വികാരിയുമായ ഫാദർ ജിയോ ചെറായി, ജാഥ കോർഡിനേറ്റർ ഷാൻഡോ MV എന്നിവർക്ക് പതാക കൈമാറി. സഹവികാരി ഫാദർ സാന്റിയോ എലുവത്തിങ്കൽ, കൈക്കാരന്മാരായ KA രാജു, MK ജോഷി, KA ബേബി, ജോയ് ആന്റണി, KC ഡേവിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പാലയൂർ മഹാതീർത്ഥാടനത്തിന്റെ ഭാഗമായി തീർത്ഥാടകർക്ക് തണ്ണിമത്തൻ ജ്യൂസ് നൽകി KCYM മറ്റം യൂണിറ്റ്. മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ നിന്ന് ആരംഭിച്ച പദയാത്രയിലെ തീർത്ഥാടകർക്ക് കടവലൂർ സെന്ററിലും പാവർട്ടി സെന്ററിലും തണ്ണീർപന്തൽ ഒരുക്കിയാണ് തണ്ണിമത്തൻ ജ്യൂസ് നൽകിയത്. കടുത്ത ചൂടിൽ കാൽനടയായി വരുന്ന തീർത്ഥാടകർക്കാണ് പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ജ്യൂസ് വിതരണം നടത്തിയത്. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ, ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, പദയാത്രാ കോർഡിനേറ്റർ ഫാദർ ജിയോ വേലുകാരൻ, ഫാദർ ജാക്സൺ ചാലക്കൽ എന്നിവരും മറ്റം, ആളൂർ, വാഗ, കിഴക്കാളൂർ, ചിറ്റാട്ടുകര എന്നീ ഇടവകകളിൽ നിന്നുള്ള വിശ്വാസികളും പദയാത്രയിൽ പങ്കെടുത്തു. ജ്യൂസ് വിതരണത്തിന് KCYM അംഗങ്ങൾ നേതൃത്വം നൽകി. ചെത്തമദ്യ വ്യവസായ തൊഴിലാളി യൂണിയൻ CITU ചാവക്കാട് റേഞ്ച് കുടുംബസംഗമം ഗുരുവായൂരിൽ നടന്നു. നഗരസഭ ലൈബ്രറി ഹാളിൽ നടന്ന കുടുംബസംഗമം CPM മുൻ സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി CK വിജയൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ വാടാനപ്പള്ളി റേഞ്ച് പ്രസിഡന്റ് PN ജ്യോതിലാൽ, മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് M കൃഷ്ണദാസ്, LDF സ്ഥാനാർത്ഥികളായ NK അക്ബർ, പ്രൊഫസർ C രവീന്ദ്രനാഥ്, യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KV മനോജ്, കോർഡിനേഷൻ കൺവീനർ ജെയിംസ് ആളൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഓർത്തഡോക്സ് സഭയിലെ കുന്നംകുളം ഭദ്രാസനത്തിലെ എല്ലാ പള്ളികളിലും കത്തോലിക്കാ ദിനം ആഘോഷിച്ചു. പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ രാവിലെ വിശുദ്ധ കുർബാനയും പ്രത്യേക പ്രാർത്ഥനയും തുടർന്ന് പട്ടണം ചുറ്റി കത്തോലിക്കാ ദിന റാലിയും പ്രതിജ്ഞയുമുണ്ടായിരുന്നു. വികാരി ഫാദർ സജയ് ജോസ് കത്തോലിക്ക പതാക ഉയർത്തി മധുരപലഹാര വിതരണവും നടത്തി. കൈക്കാരൻ TM വർഗീസ്, സെക്രട്ടറി P സിഞ്ചു സജിൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ലോക ജലദിനാചരണത്തോടനുബന്ധിച്ച് പോർക്കുളം സേവാഭാരതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്നേഹ തണ്ണീർക്കുടങ്ങൾ സ്ഥാപിച്ചു. കൊടുംവേനലിൽ ദാഹിച്ചു വലയുന്ന സഹജീവികൾക്ക് ദാഹജലം നൽകുന്നതിന് പ്രേരണ നൽകുന്നതിനുള്ള സന്ദേശ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച തണ്ണീർക്കുടം പദ്ധതിയുടെ പഞ്ചായത്തുതല ഉദ്ഘാടനം അഗതിയൂരിൽ പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന കോർഡിനേറ്റർ N ഷാജി തോമസ് നിർവഹിച്ചു. പോർക്കുളം സേവാഭാരതി പ്രസിഡന്റ് മനോജ് കുമാർ കരുമത്തിൽ അധ്യക്ഷനായി. സെക്രട്ടറി മണിക്കുട്ടൻ, ട്രഷറർ KS പ്രദീപ്, സമാജികം കൺവീനർ K ഷിബിൻ, രക്ഷാധികാരി KK വേണു എന്നിവർ സംസാരിച്ചു. തുടർന്ന് പക്ഷികൾക്ക് ജലം നൽകാനാവശ്യമായ മൺചട്ടിയുടെ വിതരണോദ്ഘാടനം പ്രതീകാത്മകമായി വിഹീഷന് നൽകി രക്ഷാധികാരി KK വേണു നിർവഹിച്ചു. 160-ലധികം മൺചട്ടികൾ പോർക്കുളം സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ നേരത്തെ വിതരണം ചെയ്തിരുന്നു. തുടർന്ന് വിവിധ ഭാഗങ്ങളിൽ കിളികൾക്കായി തണ്ണീർക്കുടങ്ങൾ സ്ഥാപിച്ചു. K പ്രജിത്ത്, ഹർഷൻ കോവിലകം, ഷൈജു കണ്ടിരുത്തി, മനോജ് കുമാർ നോങ്ങല്ലൂർ, ചന്ദ്രമോഹനൻ തുടങ്ങിയവർ വിവിധ ഭാഗങ്ങളിൽ തണ്ണീർക്കുടം ഒരുക്കുന്നതിന് നേതൃത്വം നൽകി. കാവീട് ആളാംകുളം ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി ആഘോഷിച്ചു. രാവിലെ നട തുറക്കൽ, നിർമാല്യ ദർശനം, അഭിഷേകം, വാഗചാർത്ത്, ഗണപതി ഹോമം, മലർനിവേദ്യം, കേളി, ഉഷപൂജ, തുടർന്ന് 11 മണിക്ക് ഉച്ചപൂജ എന്നിവ നടന്നു. ഉച്ചതിരിഞ്ഞ് 3-ന് ക്ഷേത്രം വക എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വൈകിട്ട് 6-ന് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ പൂരം വരവുമുണ്ടാകും. പരിപാടികൾക്ക് ക്ഷേത്രം ഭാരവാഹികൾ നേതൃത്വം നൽകും. ചരമം. ചാലിശ്ശേരി തണ്ണീർക്കോട് ഹെൽത്ത് സെന്ററിന് സമീപം താമസിക്കുന്ന പരേതനായ നമ്മിളി നാരായണൻ നായരുടെ ഭാര്യ മംഗലത്ത് മേലെ വീട്ടിൽ ഭാർഗവിയമ്മ നിര്യാതയായി. 88 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. UDF ചാലിശ്ശേരി മണ്ഡലം ചെയർമാൻ സേതു മംഗലത്ത്, വിജയലക്ഷ്മി, വിജയരാഘവൻ എന്നിവർ മക്കളാണ്. തളി തേവത്ത് രാമചന്ദ്രൻ നിര്യാതനായി. 65 വയസ്സായിരുന്നു. റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ ആണ് പരേതൻ. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ നടത്തും. റിട്ടയർഡ് അധ്യാപിക സുജാതയാണ് ഭാര്യ. അപർണ, അനഘ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും.
പൊന്നിയൂർക്കുളത്ത് വടക്കേകാട് പോലീസിന്റെ വൻ കഞ്ചാവ് വേട്ട. ഗുഡ്സ് വാഹനത്തിലെ രഹസ്യാറയിൽ ഒളിച്ചുകടത്താൻ ശ്രമിച്ച 67 കിലോയിലധികം കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ കോട്ടയം തേലകം സ്വദേശി ലിൻഡോ ജോസഫ് പോലീസ് പിടിയിൽ. താൻ നടത്തിയ പരാമർശങ്ങളിൽ ഉറച്ചുനിൽക്കുന്നുവെന്ന് BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. താൻ വർഗീയ പരാമർശമല്ല നടത്തിയതെന്നും മറിച്ച് ഗുരുവായൂരിലെ സാധാരണ വോട്ടർമാരുടെ ചോദ്യങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഗോപാലകൃഷ്ണൻ. മന്ത്രി MB രാജേഷിനെതിരെയും രൂക്ഷ പ്രതികരണം. കാട്ടകമ്പലിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ വീടുകയറി ആക്രമിച്ച സംഭവത്തിലെ പ്രതികൾ അറസ്റ്റിൽ. BJP പ്രവർത്തകരായ ആദിത്യൻ, ദേവപ്രസാദ്, ദീപക് എന്നിവരെയാണ് കുന്നംകുളം പോലീസ് പിടികൂടിയത്. പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടും പീഠാനുഭവ ചിന്തകൾ പങ്കുവച്ചും പാലയൂർ തീർത്ഥകേന്ദ്രത്തിലേക്ക് ഒഴുകി ക്രൈസ്തവ വിശ്വാസികൾ. 29ാമത് പാലയൂർ മഹാതീർത്ഥാടനത്തിന് ഇന്ന് സമാപനം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.